സാറേ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ നിത അംബാനിയും അതുപോലെ അംബാനിയും കൂടെ 8.5 കോടി രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് അവിടെ ചെന്നത്. ഇത്രയും വലിയ തുകയൊക്കെ മുടക്കി, അതായത് ഇവർക്ക് ഔദ്യോഗിക ക്ഷണം അല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ വൻതോതിൽ ഇതുപോലെ ടിക്കറ്റ് എടുത്ത ആൾക്കാർ വേറെയും ഇല്ലേ? ഉണ്ട്. അവരുടെ കാര്യം കൂടി ഇപ്പോൾ പറയാം. അതായത് $1 മില്യൺ ടിക്കറ്റ് അത് എടുക്കുന്നവർക്ക്, $1 മില്യൺ അതിൻ്റെ മുകളിൽ ആ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഇത്തരം വിരുന്നുകൾ, മന്ത്രിസഭ അവരുടെ വിരുന്നും ഒക്കെ ഉണ്ടായിരുന്നു, ക്യാബിനറ്റിൻ്റെ ഒക്കെ. അതിലൊക്കെ പങ്കെടുക്കാവുന്നത് ഈ $1 മില്യൺ ടിക്കറ്റ് അതിൻ്റെ മുകളിൽ പൈസ കൊടുത്തവർക്കും. അങ്ങനെയാണ് അംബാനിയും നിത അംബാനിയും, മുകേഷ് അംബാനിയും നിത അംബാനിയും ഇതിൽ പങ്കെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി. അപ്പോൾ വാഷിങ്ടണിലാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നിരിക്കുന്നത്. ഈ ഇനോഗ്രേഷൻ്റെ ഈ $1 മില്യൺ എങ്ങനെയാണ് ടിക്കറ്റിൻ്റെ നിരക്ക്, എന്തിലൊക്കെ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ വിശദാംശങ്ങളൊക്കെ ആ ടിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ അവൈലബിൾ ആണ്. ഈ എങ്ങനെയാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പരിപാടികളല്ല ഇത്. ഈ $1 മില്യൺ ടിക്കറ്റ് മേടിച്ചവർക്കുള്ളതാണ്. ഈ മുകേഷ് അംബാനിയും നിധയും കൂടി ജനുവരി 18 വാഷിങ്ടണിലെത്തി. 2 ദിവസം മുമ്പേ എത്തി അവർ. അപ്പോൾ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ് വിർജീനിയ അവിടെയായിരുന്നു ഈ സ്വീകരണ ചടങ്ങുകൾ. അതിലും പങ്കെടുക്കാം. അത് കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതുമൊക്കെ കാണാം. മന്ത്രിസഭ ക്യാബിനറ്റിൻ്റെ ഒരു സ്വീകരണ പരിപാടിയുണ്ട്, റിസപ്ഷൻ, അതിൽ പങ്കെടുക്കാം. വൈസ് പ്രസിഡൻറ്റിൻ്റെ വിരുന്ന്, ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാം. ഇത്രയും പൈസ കൊടുക്കുന്നതാണല്ലോ വൈസ് പ്രസിഡൻറ്റിൻ്റെ വിരുന്നിൽ. പിന്നെ ഈ ഇനോഗ്രേഷൻ്റെ തലേന്ന് രാത്രി കാൻഡിൽ ലൈറ്റ് ഡിന്നർ, മെഴുകുതിരി വിരുന്ന്, മെഴുകുതിരി അത്താഴം, അതിലൊക്കെ പങ്കെടുക്കാം. പിന്നെ ട്രംപും JD വാൻസും ഈ $1 മില്യൺ കൊടുത്ത ഈ സംഭാവന കൊടുത്തവരും വ്യവസായ പ്രമുഖരും ഒക്കെയാണ് ആ കാൻഡിൽ ലൈറ്റ് മെഴുകുതിരി അത്താഴത്തിലൊക്കെ ഉണ്ടാവുക. ഇത്രയുമാണ് പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇനോഗ്രൽ കമ്മിറ്റി, ഇത് സംഘാടക സമിതി ഉണ്ടല്ലോ, ഈ ഉദ്ഘാടനത്തിൻ്റെ സത്യപ്രതിജ്ഞയുടെ ഒക്കെ, അവർ $180 മില്യൺ ഫണ്ട് റേസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇത് $200 മില്യൺ ആയിട്ട് വരും. അവർ പ്രതീക്ഷിച്ചേക്കാൾ ഉയർന്ന തുക വരും എന്ന് പറയുമ്പോൾ 1729 കോടി രൂപ. ക്യാമ്പയിൻ കാലത്തും പലരും ഫണ്ട് കൊടുത്തതാണ്, പ്രത്യേകിച്ചും മസ്കും ഒക്കെ. ഇതിൽ നിന്ന് ഇത്രയും പൈസ ഇവരുടെ ഈ ക്യാമ്പയിൻ കമ്മിറ്റി, ഇതിന് ഇനോഗ്രേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ് തന്നെ ഉണ്ട്, ഇനോഗ്രൽ കമ്മിറ്റി ഉണ്ട്. ഈ ബൈഡൻ്റെ 2020 ഇനോഗ്രേഷൻ്റെ 3 ഇരട്ടി വരും ഈ 1729 കോടി രൂപ. അതിലും ബൈഡനെ വെട്ടിച്ചു. ടിക്കറ്റൊക്കെ വിറ്റ് തീർന്നിരുന്നു നേരത്തെ തന്നെ, മുഴുവൻ അടിച്ച ടിക്കറ്റൊക്കെ വിറ്റ് തീർന്നിരുന്നു. വലിയ ഡോണേഴ്സ്, ദാതാക്കൾ, സംഭാവന കൊടുക്കാൻ തയ്യാറുള്ളവർ വെയിറ്റ് ലിസ്റ്റിലായിരുന്നു. പലർക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പലരുടെ കയ്യിലും പൈസയുണ്ട്. എന്നിട്ടും സംഭാവനകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു ഈ ട്രംപിനുള്ള. ഈ കൂടുതൽ വരുന്ന പണം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ ഇനോഗ്രേഷന് ചെലവ് വരുന്നത്, കഴിച്ചിട്ടുള്ള പണം, അധിക പണം, അത് പ്രസിഡൻഷ്യൽ ലൈബ്രറിക്ക് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൂടുതലായിട്ട് കിട്ടുന്ന പണം, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രംപിനെ അഭിനന്ദിക്കാനുള്ള സ്വകാര്യ വിരുന്നിൽ അംബാനിമാരുണ്ടായിരുന്നു ഈ $1 മില്യൺ ടിക്കറ്റ് എടുത്തതുകൊണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ടിക്കറ്റ് വൈറലായിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അംബാനിമാർക്ക് മാത്രമുള്ളതല്ല, അതൊരു കോമൺ ടിക്കറ്റാണ് $1 മില്യൺ ടിക്കറ്റ് എന്നുള്ളത്. ഇവർ ടിക്കറ്റ് വാങ്ങിയാണ് പോയത്, അവരെ ക്ഷണിച്ചിട്ടല്ല പോയത്. പിന്നെ പെയ്ഡ് ഈവൻ്റ് ആണെന്ന് അർത്ഥം, പൈസ കൊടുത്തിട്ട് നടക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ട്രംപ് വാൻസ് ഇനോഗ്രൽ കമ്മിറ്റീസ് ഡോണർ പാക്കേജ് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു പാക്കേജായിട്ട് ആണിത്. അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ $1 മില്യൺ മുകളിൽ കൊടുക്കുന്നവർക്ക് ടോപ്പ് ടയർ ഈവൻസിൽ പങ്കെടുക്കാം
എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. വലിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാം. മസ്ക്, ബിസോസ്, പിന്നെ സക്കർബർഗ് ഇവരൊക്കെ ഈ ഫണ്ട് കൊടുത്തിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഇവിടുന്ന് ക്ഷണം കിട്ടിയിട്ട് വിദേശകാര്യമന്ത്രി ജയശങ്കർ പോയിട്ടുണ്ട്. ജപ്പാൻ വിദേശകാര്യമന്ത്രി തകേഷി ഇവായ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പങ്കെടുക്കുന്നുണ്ട്. ഹംഗറിയുടെ പ്രധാനമന്ത്രി ഇവിടെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി സഞ്ചരിച്ചില്ലേ, വിക്ടർ ഓർബൻ, അദ്ദേഹമുണ്ട്. ബ്രസീലിൽ നിന്ന് ബോൾസനാര ഉണ്ട്. അർജൻറ്റീനയിൽ നിന്ന് ഹവിയർ മിലി ഉണ്ട്. പിന്നെ നായിബ് ബുക്കാലെ എൽ സാൽവഡോർ അവിടുന്ന് അദ്ദേഹവും ഉണ്ട്. ട്രംപ് വ്യക്തിപരമായി ക്ഷണിച്ച ഒരാളുണ്ട്, ചൈനയുടെ പ്രസിഡന്റ്, പരമോന്നത നേതാവ്. മാവോയ്ക്ക് ശേഷം ഈ പരമോന്നത നേതാവ് എന്നുള്ള ബഹുമതി കിട്ടിയ ആളാണ്, പദവി. ഷീ ജിൻപിങ് കഴിഞ്ഞ കോൺഗ്രസിൽ വെച്ച് ഷീ ജിൻപിങ് അദ്ദേഹത്തിനെ നേരിട്ട് ക്ഷണിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അസാധാരണമായതുകൊണ്ട് ഇപ്പോൾ താൽക്കാലിക വക്താവുണ്ട് ട്രംപിൻ്റെ, കരോലിൻ ലെവിറ്റ്. അവർ പറഞ്ഞു, ശത്രുക്കളുമായും മത്സരിക്കുന്നവരുമായിട്ടും ഞങ്ങൾ പരസ്യമായി സംവാദത്തിന് തയ്യാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചത്. വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിനെയാണ് ചടങ്ങുകൾക്കൊക്കെ അയച്ചിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഈ അംബാനിയെപ്പോലുള്ള ബിസിനസ്സുകാർ, മസ്ക്, ബിസോസ്, ആമസോണിൻ്റെ, ആപ്പിളിൻ്റെ CEO ടിം കുക്ക്, പൈസ കൊടുത്തവർ, ടിം കുക്ക്, സക്കർബർഗ്, ഇവരൊക്കെ പ്രധാനികളാണ്. ഈ സംഭാവന കൊടുത്തത് അത് 1 മില്യണിൽ കൂടുതലും കൊടുത്തവരാണ് ഇവരൊക്കെ. പിന്നെ ഓപ്പൺ AI CEO സാം ആൽറ്റ്മാൻ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ, വേറൊരു ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്നത് സുന്ദർ പിച്ചൈ ഇതിലുണ്ട് ചടങ്ങുകളിലൊക്കെ. യൂബറിൻ്റെ CEO ധാര ഗോസ്രോ ഷാഹി ഉണ്ട്, യൂബറിൻ്റെ CEO. ആൾട്ട്മാൻ, കുക്ക്, ധാര എന്നിവരും മെറ്റ, ആമസോൺ, ഗൂഗിൾ, യൂബർ കമ്പനികളും 1 മില്യൺ ടിക്കറ്റ് അല്ലേ? അപ്പോൾ വലിയ തോതിൽ ഒരു പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പണം ഇങ്ങനെ തന്നെ കിട്ടിയല്ലേ. പക്ഷേ ഈ പുറത്ത് വെച്ച് നടത്തുന്ന ചടങ്ങ് ഒഴിവാക്കിയതോടുകൂടി അതൊരു വലിയ നഷ്ടമായിട്ട് മാറും. കാരണം 600 പേർക്കോ മറ്റോ ഇരിക്കാവുന്ന ഒരു ചടങ്ങ് അകത്തേക്ക് മാറ്റിയല്ലോ. കാലാവസ്ഥ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇത് ക്യാപിറ്റോളിൽ ആ പുൽമൈതാനിയിൽ നടന്നു. ക്യാപിറ്റോളിൻ്റെ അകത്ത് പലതും ഇൻഡോർ ആയിരുന്നു. അപ്പോൾ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോഴത്തേക്ക് ഈ ശത്രുക്കളെ കൂടെ നിർത്തും എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമില്ലേ, ലോകത്തെ രാജ്യങ്ങളൊക്കെ ഒന്ന് ആകാംക്ഷയോട് ഉറ്റുനോക്കുമല്ലേ. കാരണം ചൈനയുടെ കാര്യം അതെ, അത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് അത് മര്യാദക്കുള്ളൊരു ബന്ധമായിട്ട് കച്ചവടമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടമൊക്കെ ആയിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ മുമ്പ് നമ്മൾ കേട്ടത് എന്താ, ചൈനയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അവരുടെ നികുതി 200% ആക്കും, താരിഫ് 200%. താരിഫിന്റെ പ്രശ്നം പക്ഷെ ഇന്ത്യക്കും ഉണ്ടല്ലോ. ഇന്ത്യ താരിഫ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പ്രചാരണ കാലത്ത് ട്രംപ് പറഞ്ഞിരുന്നതാണ്. അതെ. അപ്പോൾ ഇന്ത്യയോട് അങ്ങനെ വലിയ ചങ്ങാത്തം ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ട്രംപ് ആക്ച്വലി ഒരു വ്യാപാരിയാണല്ലോ, കച്ചവടക്കാരനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം പറയുന്ന ട്രംപ് ആദ്യം സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇന്ത്യ. അപ്പോൾ ഈ ചൈനയിലേക്ക് നിക്ഷേപത്തിന് സാധ്യതയുണ്ട്, ഇന്ത്യയിലേക്ക് നിക്ഷേപത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ കൂടെ കുറച്ച് ഇൻവെസ്റ്റേഴ്സും ഒക്കെ വരുമായിരിക്കും അല്ലേ, വലിയ ബിസിനസ് നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് നിക്ഷേപം. അതിൽ എനിക്ക് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോദി പോയിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ അവിടെ നടത്തിയിട്ടുള്ളതാണ്, ക്ഷണിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇത് പല കാര്യങ്ങളും നോക്കുമല്ലോ. ഈ ചൈനയിൽ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ, യൂറോപ്യൻ കമ്പനികളൊക്കെ പോയിട്ട് വ്യവസായമൊക്കെ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. അത് അവിടെ ചീപ്പായിട്ടുള്ള ലേബർ, സ്ഥലങ്ങൾ, സംഗതികൾ, അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഇന്ന് ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കക്കാർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ധനികരും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഈ ചൈനയിൽ നിന്നുള്ള വളരെ ചീപ്പായ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. കാരണം അവിടുത്തെ സാധനങ്ങൾ തന്നെ മേടിക്കുമ്പോൾ വലിയ എക്സ്പെൻസീവാണ്.
പക്ഷേ ചൈന ഇപ്പോഴേ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ ഗ്രോത്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക അവിടെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് കാണുകയും യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി ചൈനയുടെ ജീവിത നിലവാരം ഉയർന്നു. എന്ന് പറഞ്ഞാൽ ആ പഴയ ചീപ്പ് ലേബേഴ്സ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് സാധാരണ ഇതിൽ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പോലുള്ള തുക കൊടുത്താലേ ഇനി അവിടെ ഈ പറയുന്ന ഈ ലേബേഴ്സിനെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റിക്കൂടെ? ടെക്നിക്കലി നോളജുള്ള ഒരു വലിയ യങ്സ്റ്റേഴ്സ് ഉണ്ട്, മാത്രമല്ല നമ്മൾ വലിയൊരു മാർക്കറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് നമ്മളിവിടെ വലിയ നിക്ഷേപം നടത്താനും. അല്ല, അമേരിക്കയല്ലല്ലോ നിക്ഷേപം നടത്തുന്നത്, സ്വകാര്യ കമ്പനികൾ. അതെ അതെ, ഞാൻ അപ്പോൾ ഈ സ്വകാര്യ കമ്പനി, ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു കമ്പനി ചൈനയിലുള്ളത് കോവിഡ് കാലത്തൊക്കെ അവർ സീറോ കോവിഡ് നയമായിരുന്നു ചൈനീസ് കമ്പനിക്ക്. കോവിഡ് നമുക്കില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പാർട്ടി കോൺഗ്രസും അങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 10,000 പേർക്കോ മറ്റോ ഒരുമിച്ച് ആപ്പിൾ ഫാക്ടറിയിൽ കോവിഡൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ ഡീ കപ്ലിംഗ് എന്നാണ് പറയുന്നത്. ചൈനയിലെ വ്യവസായം മാറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഡീ കപ്ലിംഗ് പരിപാടി അത് കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേയും കൂടി ഈ തായ്വാൻ സൗത്ത് കൊറിയ ഇങ്ങനത്തെ സെമി കണ്ടക്ടറൊക്കെ ആണല്ലോ ഇനിയുള്ള പുതിയ ലോകത്ത്. അങ്ങനത്തെ കച്ചവടങ്ങൾ ധാരാളം. അല്ല, തൈവാനെ പോലെ അത്രയും ടെക്നോളജിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണ്ടല്ലോ, അവർ കമ്പനികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ. പക്ഷേ അങ്ങനത്തെ ഉള്ള ഈ തൈവാനിലുള്ള പോലെ ഒരു യങ്സ്റ്റേഴ്സ് അല്ല ഇന്ത്യയിലുള്ളത്. അവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ അവിടുത്തെ ആർജവമുള്ള ഭരണാധികാരികൾ അതിനനുസരിച്ച് അവരുടെ ടെക്നോളജി വർദ്ധിപ്പിച്ചു. പക്ഷേ നമ്മുടെ കാലത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്ത് ആ രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് നടന്നിട്ടില്ല. പക്ഷേ തായ്വാൻ തമിഴ്നാട്ടിലും കർണാടകയിലും 2 വലിയ പ്ലാന്റുകൾ എന്തായാലും ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തായ്വാൻ കമ്പനിയുടെ ഉടമസ്ഥന് നമ്മൾ പത്മഭൂഷൺ കൊടുത്തിരുന്നു ഈ കഴിഞ്ഞ. അതെ. അപ്പോൾ ഈ ഒലാഫ് ഷോൾസ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നപ്പോൾ അവിടുത്തെ കുറേ വൻകിട കമ്പനികൾ വന്നു, അതായത് കാർ നിർമ്മാണ കമ്പനികളടക്കം. ആ കമ്പനികളൊക്കെ ഇന്ത്യ വന്നത് ഞങ്ങളിവിടെ നിക്ഷേപം നടത്താം, ഞങ്ങൾക്കതിന് അനുവദിക്കണം. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തതിലൊക്കെ അഭിമാനം കൊണ്ടിട്ടാണ് അയാൾ സമ്മതിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ രാജ്യമായിട്ട്, വലിയ മാർക്കറ്റായിട്ടൊക്കെ നിങ്ങൾ പറയുന്നൊക്കെ നടക്കും. ഒരു കാര്യമുണ്ട്, ഒരു ഉപാധി. നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. അത് പറ്റില്ല. USSRന്റെ കാലം മുതൽ ഞങ്ങൾ തുടങ്ങിയ ബന്ധമായി പോയി. അപ്പോൾ ഇന്ത്യ സംശയമാണ്. നമ്മൾ റഷ്യയുടെ കൂടെ 4 കപ്പല് ഇല്ലേ, ആർട്ടിക്കിൽ കൂടി സഞ്ചരിക്കാവുന്ന കപ്പലുകളൊക്കെ പണിയാക്കുവാണ് ഇന്ത്യ ചൈനയുടെ കൂടെ. മഞ്ഞുണ്ടെങ്കിലും നമ്മൾ ഇറാന്റെ കൂടെ ഉണ്ട്, നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ കൂടെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കൂടി നിങ്ങൾ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.